പഴയകാലത്ത് നസ്രത്ത് എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു സുന്ദരിയും വിനീതയുമായ പെൺകുട്ടി താമസിച്ചിരുന്നു. മറിയം എന്നായിരുന്നു അവളുടെ പേര്. എല്ലാവരും അവളെ സ്നേഹിച്ചു. കാരണം അവൾ ദൈവഭക്തിയിലും വിനയത്തിലും വളരെ മുന്നിലായിരുന്നു. അതേ ഗ്രാമത്തിൽ തന്നെയായിരുന്നു ജോസഫ് എന്ന നീതിമാനായ മഴപ്പണിക്കാരൻ ജീവിച്ചിരുന്നത്. അദ്ദേഹം ശാന്തസ്വഭാവിയും ദൈവഭയമുള്ളവനുമായിരുന്നു. ഗ്രാമത്തിലെ ആളുകൾക്ക് അവനോട് വലിയ ബഹുമാനമുണ്ടായിരുന്നു. ഒരു ദിവസം അവരുടെ കുടുംബങ്ങൾ ചേർന്ന് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും വിവാഹം നിശ്ചയിച്ചു. അക്കാലത്ത് യഹൂദരുടെ ആചാരപ്രകാരം വിവാഹം ആദ്യം വാഗ്ദാനമായി ആരംഭിക്കും. അതിനാൽ അവർ തമ്മിൽ ബന്ധപ്പെട്ടു. പക്ഷേ ഒരുമിച്ച് താമസിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു അത്ഭുതകരമായ സംഭവം നടന്നത്. ദൈവദൂതനായ ഗബ്രിയേൽ മറിയത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, "നീ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവളാകുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും." മറിയം ഭയപ്പെട്ടു. പക്ഷേ അവൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. "ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ" എന്നവൾ വിനീതമായി മറുപടി പറഞ്ഞു. ഇതിനിടെ ജോസഫ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ വളരെ ആശയക്കുഴപ്പത്തിലായി. മറിയത്തെ അപമാനിക്കാതെ ശാന്തമായി വിട്ടയക്കണമെന്ന് പോലും അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ ഒരു രാത്രി ദൈവം അവനോട് സ്വപ്നത്തിൽ സംസാരിച്ചു. "ഭയപ്പെടേണ്ട, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കൂ. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്." അത് കേട്ട ജോസഫ് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി. അവൻ മറിയത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഭാര്യയായി സ്വീകരിച്ചു. അതോടെ അവരുടെ വിവാഹം നടന്നു. ഒരു സാധാരണ ബന്ധമല്ല, ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയുടെ ഭാഗമാവുകയായിരുന്നു. അവർ ഒരുമിച്ച് ജീവിച്ചപ്പോൾ അവരുടെ ജീവിതം സ്നേഹവും വിശ്വാസവും നിറഞ്ഞതായിരുന്നു. പിന്നീട് അവരുടെ വീട്ടിൽ ജനിച്ചത് ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു ആയിരുന്നു. ഇങ്ങനെ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും വിവാഹം ഒരു സാധാരണ മനുഷ്യകഥയല്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനുഷ്യർ എങ്ങനെ പങ്കാളികളാകും എന്നതിൻ്റെ മനോഹരമായ ഉദാഹരണമാണ്.